അടുത്ത 2-3 ദിവസം നമ്മൾ ഫുള്ള് പുറത്തായിരിക്കും ഫോർ ചെക്കിംഗ് ഔട്ട് അവർ ന്യൂ DJI Action 6. ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയൊക്കെയാണ്, എങ്ങനെ ഭംഗിയുള്ള അടിപൊളി ഫൂട്ടേജസ് എടുക്കാം, എല്ലാം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയണതായിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് ദിവസങ്ങളിൽ ഇൻഡെക്സ് എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ ഞാൻ ഇന്നായിരിക്കും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവുക. ഞാൻ എപ്പോഴാണ് ലാസ്റ്റായിട്ട് ഒരു ക്യാമറ മേടിച്ചെന്ന് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മയിൽ പോലുമില്ല. ലാസ്റ്റായിട്ട് എടുത്ത ക്യാമറ താന്ന് തോന്നുന്നു ഒരു 6-7 വർഷമായി A6400 എടുത്തിട്ട്. അതിന് ശേഷം ഞാൻ എടുക്കുന്ന ക്യാമറ ഇതാണ്. ഇത് കുറച്ച് മുമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് വലിയ പ്ലാൻ ചെയ്ത് മേടിച്ച ക്യാമറ ഒന്നും അല്ല കേട്ടോ. ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ കണ്ടു DJIൻ്റെ പേജിൽ യൂട്യൂബിനകത്ത് Action 6ൻ്റെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഇന്നലെ കുറേ ഫണ്ടൊക്കെ അവിടെ നിന്നൊക്കെ റോൾ ചെയ്ത് കയറ്റി ആൻഡ് ഇന്നലെ ബുക്ക് ചെയ്തു. ഇന്ന് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഐ എം നോട്ട് ആൻ ആക്ഷൻ ക്യാമറ ഗൈറ്റം. ഞാൻ എപ്പോഴും മിറർലെസ് ക്യാമറ, ട്രൈപോഡ്, ഗിംബൽ ഇതൊക്കെ തൂക്കി പിടിച്ചിട്ടാണ് എപ്പോഴും ട്രാവൽ ചെയ്യാറുള്ളത്. ഞാൻ എപ്പോഴും ചെറിയൊരു 3-4 സെക്കൻഡ് ക്ലിപ്പ് എടുക്കുകയാണെങ്കിൽ പോലും അതിനൊരു ഗിംബൽ ഉണ്ടാവും, ട്രൈപോഡ് ഉണ്ടാവും, ഭയങ്കര ബൾക്കി ആയിരിക്കും. ബൈക്കിൽ പോകണമെങ്കിൽ പോലും RS5 ഉണ്ടല്ലോ നമ്മുടെ വലിയ ഗിംബൽ, അതിന് എക്സ്റ്റൻഡ് ബാറ്ററിയും പടയുണ്ട്, അതും കൂടി വരുമ്പോൾ വലിയ സൈസാണ്. സോ അതൊക്കെ ഞാൻ ബൈക്കിൽ ബാക്കിൽ വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് ട്രാവൽ ചെയ്യാറ്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവം എന്നാണ് ഞാൻ റീസെൻ്റ്ലി മനസ്സിലാക്കി തുടങ്ങി. മാത്രമല്ല നമുക്ക് വേറൊരാൾ നമ്മൾക്ക് ഷൂട്ട് ചെയ്ത് തരാനുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കൊരു ടീമുണ്ട്, ടീമേ വേണ്ട, ഒരൊറ്റൊരാളുണ്ട്, നിങ്ങൾ നടക്കുന്ന ഷോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഷോട്ടൊക്കെ നിങ്ങൾക്ക് എടുത്തു തരാനായിട്ടുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്യാമറ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളുണ്ട്, ഗിംബൽ തിരിക്കാനും മറിക്കാനൊക്കെ അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ കൊടുത്തെന്ന് വെച്ചാൽ പുള്ളിക്കാരെ ഹാൻഡിൽ ചെയ്തോളും. നമുക്ക് വലിയ ടെൻഷനില്ല ആംഗിൾ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ബട്ട് ഇഫ് യു ആർ ഷൂട്ടിംഗ് ബൈ യുവർ സെൽഫ്, ഒറ്റയ്ക്കാണ് നിങ്ങളെല്ലാം ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പം മനസ്സിലാക്കി തുടങ്ങി ആക്ഷൻ ക്യാമറാസാണ് ഒന്നും കൂടി ബെറ്റർ. ഫോണിൽ ചെയ്യുന്ന കുറേ പേരിനെ എനിക്കറിയാം. ഞാനും ഇത്രയും കാലം ഫോണിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കുറേ ഷോട്ട്സൊക്കെ. ആൻഡ് ഫോണിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ കോൾ വരികയാണെങ്കിൽ വീഡിയോ കട്ടാവും, പെട്ടെന്ന് ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആകും. ഫോൺ പല ആവശ്യങ്ങൾക്കും ഇപ്പം ഗൂഗിൾ മാപ്പ് നോക്കാനൊക്കെ ഫോണിൻ്റെ ആവശ്യം ഉണ്ടാവും. ബട്ട് ആ സമയത്ത് നമുക്ക് റെക്കോർഡിംഗ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഫോണിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പം. സോ അതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്കിത് ബെറ്ററായിട്ട് തോന്നി. ആൻഡ് ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ആയിരിക്കും. ആൻഡ് ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, പിന്നെ എൻ്റെ കുറേ സാധനങ്ങളുണ്ട്. ഇതിനോട് അനുബന്ധിച്ച് ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണ്, ഇതിനകത്ത് എന്താ ഉള്ളത്, മൊത്തം നമുക്ക് ഇപ്പം ഇരുന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാനായിട്ട്. സോ ഫസ്റ്റ് നമുക്കിത് തുറക്കുമ്പോഴത്തേനും 2 ബോക്സാണ്, കുട്ടി ബോക്സ് അതിനകത്തുള്ളത്. ഒന്നിൽ അക്സസറീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വേറെ ഒന്നിൽ ഓസ്മോ ആക്ഷൻ 6 എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്കറിയാം ഓസ്മോ ആക്ഷൻ 6 എന്ന് എഴുതിയതായിരിക്കും ക്യാമറ. പിന്നെ ഇതിനകത്തുള്ളത് അവിടെ സ്റ്റിക്കാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ബോക്സിനകത്ത്. നമുക്ക് ആദ്യം അക്സസറീസ് എന്ന് എഴുതി ഈ ബോക്സ് നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്. ഫസ്റ്റ് സ്ക്രൂസാണ്, കുറേ സ്ക്രൂസ് ഉണ്ട് ഇതിനകത്ത്, നമ്മുടെ മൗണ്ടൊക്കെ ഘടിപ്പിക്കേണ്ട സ്ക്രൂസാണ്. ആൻഡ് പിന്നെ ഉള്ളത് ഇതിനകത്ത് മാഗ്നറ്റിക് മൗണ്ടാണ്. നമ്മുടെ ഓസ്മോ ഈ ക്യാമറ നമ്മുടെ സ്റ്റിക്കിലേക്ക് മൗണ്ട് ചെയ്യുന്ന സാധനമാണ് ഈ മാഗ്നറ്റിക് മൗണ്ട് എന്നുള്ളത്. ആൻഡ് പിന്നെ സിലിക്ക പൗച്ച് ഉണ്ട്. പിന്നെ ഇത് എന്താണെന്ന് കുറേ പേർക്ക് അറിയില്ല. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വാഷറാണ് ശരിക്കും. നമ്മുടെ സ്ക്രൂ നമ്മുടെ മാഗ്നറ്റിക് മൗണ്ടായിട്ട് ഇങ്ങനെ ആക്കുമല്ലോ. സോ ഇത് കുറേ കഴിയുമ്പം അത് ലൂസാവും. സോ ഇതൊന്ന് എടുത്തിട്ട് ഈ വാഷർ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ സ്ക്രൂ ചെയ്തിട്ട് ചെയ്യുന്ന പോലെ. സോ അതിനാണ് നമ്മളിത് യൂസ് ചെയ്യുക. ആൻഡ് ഈ മൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കേർവ്ഡ് മൗണ്ടാണ്. ബൈക്ക് അല്ലെങ്കിൽ ഹെൽമെറ്റിലൊക്കെ നമുക്കിങ്ങനെ ടക്കെന്ന് വെച്ചിട്ട് നമ്മുടെ ബൈക്കിലൊക്കെ പോകുന്ന വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കേർവ്ഡ് മൗണ്ട് എന്നുള്ളത്. നമ്മൾ ഹെൽമെറ്റിൽ വെക്കാം, വളവുള്ള ഏത് സ്ഥലത്തിലും ഇത് വെക്കാൻ പറ്റും. പിന്നെയും ഒരു മാഗ്നറ്റിക് മൗണ്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഒന്ന് മിസ്സായ വേറെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാവും ഇതിന്. പിന്നെ C-ടൈപ്പ് കേബിളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഉള്ളതാണ് ബാറ്ററി ഹബ്ബ്. ഇതാണ് ബാറ്ററി ഹബ്ബ് കേട്ടോ. ബാറ്ററി ഹബ്ബിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് 3 ബാറ്ററി അറ്റ് എ ടൈമിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ബാറ്ററി ഹബ്ബിൽ ഗുണം എന്ന് പറയുന്നത്. സോ വിൽ നെവർ റൺ ഔട്ട് ഓഫ് പവർ ആണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ആക്സസറീസിൻ്റെ ബോക്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാമറയുടെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ക്യാമറയുടെ ബോക്സിനകത്ത് സോ ഇവനാണ് നമ്മുടെ ഹീറോ അല്ല, ആക്ഷൻ 6. സോ നമുക്ക് ബാറ്ററി ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടുക. ഇതിനെ ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ മേലിലേക്ക് പുഷ് ചെയ്താൽ ബാറ്ററി ഇടാൻ പറ്റും. ഇതിനകത്തൊരു സിലിക്ക പൗച്ച് ഉണ്ട്. സോ നമ്മുടെ ബാറ്ററി എടുക്കുക, നൈസായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഫൈൻ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാമറ. ഇനി യൂസ് ചെയ്ത് തുടങ്ങാം.
ആൻഡ് ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബോക്സിനകത്ത് വന്നിട്ടുള്ള സാധനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനോടനുബന്ധിച്ചിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വേറെയും മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് ഞാൻ ചുമ്മാ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ മാജിക് കാം എന്നാണ് ഇതിനെ പറയുക. ഇത് നമുക്ക് കാറിൽ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഈ സൈഡ് ക്യാമറ ഫിക്സ് ചെയ്യുക, ഈ സൈഡ് നമുക്ക് ഇത് ക്ലാമ്പാണ്. ഇത് നമുക്ക് എവിടെയും വേണമെങ്കിലും ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ബെഞ്ചിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ക്ലാമ്പ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ഇവിടെ ക്യാമറ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും വരയ്ക്കണതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ചെയ്യുന്ന വീഡിയോ ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇത് കാറിലോ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ സാൻഡിസ്കിൻ്റെ കാർഡ് മേടിച്ചിട്ടുണ്ട്. 256 GB കാർഡാണ്. അറൗണ്ട് ഒരു 6500 റേഞ്ച് ഉണ്ട്. സാൻഡിസ്ക് എക്സ്ട്രീം എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇത് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനമാണ്. ഇത് ചെസ്റ്റ് മൗണ്ടാണ്. നമ്മുടെ ഇവിടെ ചെസ്റ്റിൽ ഇങ്ങനെ ബാഗ് വയ്ക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. ഇവിടെ നമുക്ക് ക്യാമറ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓടുന്ന വീഡിയോ, ചാടുന്ന വീഡിയോ, ബൈക്ക് ഓട്ടിക്കുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് നൈസല്ലേ ആ ഒരു ആംഗിൾ. പിന്നെ ടെലസിൻ്റെ ഒരു ND ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. ഇത് 8, 16, 32 ND ഫിൽറ്റേഴ്സാണ്. പിന്നെ ഒന്ന് CPL ഫിൽറ്ററാണ്, പോളറൈസ്ഡ് ഫിൽറ്ററാണ്. സോ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന ND ഫിൽറ്ററാണ്. ഇതിൻ്റെ മേലെ ഇങ്ങനെ വരുന്ന പോലെ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പുതിയ പെട്ടിയാണ്. ഇതെല്ലാം ഇപ്പോഴാണ് തുറക്കണത്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇത് വന്നിട്ട് കുറേ ദിവസമായി. ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഈ അനുബന്ധ സാധനങ്ങളൊന്നും തുറക്കാതെ വെച്ചതാണ്. ഇത് നമ്മുടെ സക്ഷൻ മൗണ്ടാണ്. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കണം. ആൻഡ് ഇതിനൊരു തലയുണ്ട്. ഇതാണ് തല. ഇതാണ് ധോണി. എന്നിട്ട് ഇത് നമ്മുടെ കാറിൽ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഇതിനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ഇത് കാറിൽ ഫുൾ സക്ഷനായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇവിടെ നമ്മുടെ ക്യാമറ വെച്ച് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കാർ ഓട്ടിക്കുന്ന വീഡിയോ, സൈഡ് പുറത്തുനിന്നുള്ള വീഡിയോ എല്ലാം നമുക്ക് എടുക്കാം. ബോണറ്റിൽ വെച്ചാൽ നമ്മുടെ ഫേസ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് പല യൂസ് ഉണ്ട് കാർ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട്. എവിടെ എത്തി? പിന്നെ ഇത് നമ്മുടെ ചിൻ മൗണ്ടാണ്. ബൈക്ക് വീഡിയോസ്, ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കുമ്പം നമ്മുടെ ചിന്നുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ സ്ട്രാപ്പ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ ഇവിടെ ക്യാമറ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് കേവ്ഡ് മൗണ്ട് ഉണ്ടല്ലോ, ആ കേവ്ഡ് മൗണ്ട് ഹെൽമെറ്റിൻ്റെ തലയിൽ വെച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വ്യൂ ആയി. ഇത് വെച്ചാൽ ഇങ്ങനെ ഒരു വ്യൂ ആയി. ചെസ്റ്റ് വെച്ചാൽ ചെസ്റ്റ് എന്നുള്ള വ്യൂ ആയി. മൊത്തം ക്യാമറ ആംഗിൾ എല്ലാം എങ്ങനെ നോക്കിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബൈക്കിൽ നിന്ന് ഒരു സൈഡ് ക്ലാമ്പ് ചെയ്ത് വെച്ചാൽ ഇതൊന്നൊരു വ്യൂ ആയി. സെക്ഷൻ ഇത് ബൈക്കിൽ വെക്കാൻ പറ്റും തോന്നിയില്ല. ബാക്കി എല്ലാം കൊണ്ടും കളറാണ് പരിപാടി. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇവന് വേണ്ടി മാത്രം ഇട്ടാ. സോ ഇവനെയും കൊണ്ട് നമ്മൾ നാളെ രാവിലെ നേരെ മൂന്നാർ പോകുന്നതായിരിക്കും. ഇവിടെ നേരെ വീട്ടിലേക്ക് പോകും, വീട്ടിൽ നിന്ന് നേരെ മൂന്നാർ പോകുന്നതായിരിക്കും. എനിക്ക് യാതൊരു ഐഡിയയില്ല ഇവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഇവനെ പഠിക്കാൻ വേണ്ടി മാത്രമാണ് മൂന്നാർ പോകുന്നത്. ഇവൻ എങ്ങനെ ഇവൻ്റെ ഔട്ട്പുട്ട്, പിന്നെ അതിൽ വേരിയബിൾ അപ്പേർച്ചറാണ്. 2-ന്ന് 4-ലേക്ക് അപ്പേർച്ചർ മാറ്റാൻ പറ്റും. പിന്നെ ഓപ്പൺ ഗേറ്റ് ഉണ്ട്, പിന്നെ ഡീലോഗ് ഉണ്ട്, പിന്നെ മെമ്മറി കാർഡ് ഇട്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻറ്റേർണൽ തന്നെ 50 GB ഉണ്ട്. മെമ്മറി കാർഡ് ഇട്ടിട്ട് നമ്മൾ മെമ്മറി മേടിച്ചിട്ടുണ്ടല്ലോ, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മെമ്മറിക്ക് വേറെ സേവ് ചെയ്യാൻ പറ്റും, ഇൻറ്റേർണലിലേക്ക് വേറെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല 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 സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് നമുക്ക് ഊരാൻ പറ്റും ലെൻസ്, എന്നിട്ട് വേണമെങ്കിൽ മാക്രോ ലെൻസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ മേടിച്ചിട്ടില്ല, അതെനിക്ക് യൂസ് ആയും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല. സോ അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവനെ വെച്ച് നമുക്ക് ചെയ്യാനുണ്ട്. സോ നമ്മൾ നാളെ ഇവനെയും കൊണ്ട് നേരെ മൂന്നാർ പോവാണ്. എന്നിട്ട് നമ്മൾ രണ്ടുപേർക്കും ഒരുമിച്ച് പഠിക്കാൻ വേണ്ടിയത് എന്താ ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഫുൾ ഓൺ ഫുൾ നമുക്ക് നാളെ ഇവനെയും കൊണ്ട് പൊളിക്കാം. രാവിലെ നേരത്തെ തന്നെ നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് വണ്ടി വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൺ ഓഫ് ദ റോഡായിട്ടാണ് നമ്മുടെ മീനാക്ഷിപുരത്ത് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഈ കാണുന്ന ഹൈവേ. 2 സൈഡും മരങ്ങളൊക്കെ ആയിട്ട് രാവിലെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റിയ റൂട്ടാണ്. അങ്ങനെ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു ചായക്കടയിൽ വണ്ടി ചവിട്ടി ചായ കുടിക്കാൻ നിർത്തിയിരിക്കണം. അസല് ചായക്കട, തമിഴ്നാടുള്ള ചായക്കടയല്ല, ബേക്കറി ഇല്ല മേമി. സുഡുസുഡാ ബജ്ജി. സമയം എത്രയെന്ന് വെച്ചിട്ടാണെന്നറിയോ? 7 മണി ആവണേ ഉള്ളൂ. അപ്പോഴത്തേന് സുഡുസുഡാ ബജ്ജിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് ചായ രക്ഷയില്ല കേട്ടോ, അറിയാലോ. എനിക്ക് തമിഴ്നാട്ടിലെ ചായയാണ് ഇഷ്ടം, കേരളത്തെ ചായനേക്കാളും അല്ലേ. അങ്ങനെ നമ്മുടെ ചായയോടെയും കഴിഞ്ഞ് ബജ്ജിയും കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ മൂന്നാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ആൻഡ് പൊള്ളാച്ചി വഴി നമ്മൾ എന്താണ് ഉടുമൽപേട്ട് വഴിയാണ് നമ്മൾ പോവുക. ഓക്കെ,
ആനമല കട്ട് ചെയ്യില്ല, നമ്മൾ നേരെ വിൻഡ്മില്ല് കണ്ടിട്ട് ഉടുമൽപേട്ട് വഴി പോകുന്നത്. ആൻഡ് ഇത് ഭയങ്കര സിനിക്കായിട്ടുള്ള റൂട്ടാട്ടോ, ഭയങ്കര രസമാണ്. ആൻഡ് ഇപ്പോൾ സൺറൈസ് ആയിട്ടേ ഉള്ളൂ, നല്ല രസത്തിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഈ ക്യാമറയുടെ നമ്മുടെ ആക്ഷൻ 6ൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടി മാത്രം നമ്മൾ ശരി ഒന്ന് മൂന്നാറിലേക്ക് പോകാം, ഒന്ന് പോയിട്ട് ഇതൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ സെറ്റപ്പൊക്കെ എങ്ങനെയാണ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പോകുന്നത്. ഓക്കെ. ആൻഡ് 1-2 ദിവസം ഉണ്ടാകും നമ്മളവിടെ ഒരുപാട് വീഡിയോസ് എടുക്കാണ്ട് ഇത് വെച്ചിട്ട്, അതിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. സോ പറയണത് എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ 6ൽ നമ്മുടെ മൈക്ക്, ഡിജെയുടെ ഏത് മൈക്ക് ആയിക്കോട്ടെ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് മൈക്ക് ചുമ്മാ ബക്കിളപ്പ് ചെയ്ത് വെച്ചാൽ മതി, തനിയെ ഓട്ടോ കണക്ട് ആയിക്കോളും. ക്യാമറ സ്റ്റാർട്ട് ചെയ്താലും മൈക്ക് ഓട്ടോമാറ്റിക്കലി റണ്ണിങ് ആകും. സോ നമുക്ക് ക്യാമറയിലത്തെ ഓഡിയോ അല്ലാതെ മൈക്കത്തെ ഓഡിയോ തനിയെ റെക്കോർഡാക്കാൻ പറ്റും. നമുക്ക് പെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും പോലും ഇല്ല. ഫസ്റ്റ് ഒരിക്കൽ പെയർ ചെയ്ത് വെച്ചാൽ പിന്നെ എപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കുകയാണെങ്കിലും കണക്ട് ആകും. ഡിജെയുടെ മൈക്കിന് വേണ്ടി മാത്രമുള്ള കേട്ടോ അത്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ഇതിൻ്റെ ഓഡിയോ, നമ്മുടെ ആക്ഷൻ 6ന് ഡയറക്റ്റ് ആക്ഷൻ 6ൻ്റെ ഇൻബിൽഡ് മൈക്ക് ഇതിനകത്തുള്ള ഈ തമിഴ്നാടുള്ള റോഡിൽ മറ്റേ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കുറേ വര, അത് ചാടുമ്പോഴാണ് ഇങ്ങനെയാണ്. അപ്പോൾ DJ ആക്ഷൻ 6ൻ്റെ ഇൻബിൽഡ് മൈക്ക് ഉണ്ടല്ലോ, സോ അതിലാണ് നിങ്ങളിപ്പോൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ. സോ ഓഡിയോ ക്ലിയർ ആണോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആൻഡ് ഇപ്പം ഇങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കേൾക്കുന്ന മൈക്ക് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ലെവലിയർ മൈക്ക് ഞാനിവിടെ എൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് കേൾക്കുന്നത്. ഓക്കെ. സോ ഇത് ബോയുടെ ഒരു മൈക്കാണ്. ഞാൻ ഒന്നാമത് ബ്ലൂടൂത്ത് മൈക്ക് എനിക്ക് താല്പര്യമില്ല, ബിക്കോസ് ഒരു 6-7 മാസം ഞാൻ എടുത്ത എല്ലാ ബ്ലൂടൂത്ത് മൈക്ക് ഒരു 6-7 മാസം നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞും ഒരു എക്കോ അടിച്ച പോലത്തെ സൗണ്ട് അതിനകത്തുനിന്ന് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബ്ലൂടൂത്ത് മൈക്കിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ലെവലിയർ മൈക്ക് മേടിച്ചിട്ട് ഞാൻ പണ്ട് എപ്പോഴാണ്ട് മേടിച്ചാണ്, അതിന് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യും. അടിപൊളി സാധനം. എനിക്ക് വയേർഡ് മൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എന്താണെന്നറിയില്ല, ഒന്നാമത് യൂസ് ചെയ്യാൻ കുറച്ച് കഷ്ടമാണ്. ബ്ലൂടൂത്ത് പോലെ അപ്പം തന്നെ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് അവിടെ മാറ്റിക്കൊണ്ടു അങ്ങനെയൊക്കെ പറ്റില്ലായിരിക്കും. ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മറ്റേ ബ്ലൂടൂത്ത് മൈക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ വയേർഡ് മൈക്ക് ഒന്നുകൂടി ഇഷ്ടമാണ്. ഓക്കെ അല്ലേ? അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഭയങ്കര രസമാണ്. ബ്ലൂടൂത്ത് മൈക്കിന് ഒരു ചെറിയൊരു എക്കോ ഫീൽ എനിക്ക് ഞാൻ മേടിച്ച എല്ലാ ബ്ലൂടൂത്ത് മൈക്കിനും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കമ്മിങ് ബാക്ക്, അപ്പം നിങ്ങൾ ഈ വയേർഡ് മൈക്കിൻ്റെ സൗണ്ടാണ് ഇത്ര നേരം കേട്ടത്. ആൻഡ് ഇപ്പോൾ കേൾക്കുന്നത് ആക്ഷൻ 6ത്തെ സൗണ്ടാണ്. ഓക്കെ. സോ രണ്ടിലും 2 ഡിഫറൻസ് കേൾക്കാൻ പറ്റുന്ന, ഒരു മൈന്യൂട്ട് ആണെങ്കിലും ചെറിയ തരത്തിലെങ്കിലും ഒരു ഡിഫറൻസ് കേൾക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണമെങ്കിൽ നിങ്ങൾക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ക്യാമറയിലത്തെ ഓഡിയോ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര നോയ്സി ആയിട്ടുള്ള ട്രാഫിക്കിലോ അല്ലെങ്കിൽ ഭയങ്കര കലബല ഉള്ള ഒരു സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ മാത്രം നമുക്ക് മൈക്കിൻ്റെ ഒരു ആവശ്യമുള്ളൂ. ക്യാമറയുടെ ഈ ലെങ്ത്തിലൊക്കെ പിടിച്ചിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. സോ മൈ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ക്യാമറ നമ്മുടെ ആക്ഷൻ 6-നകത്തുള്ള മൈക്ക് തന്നെ അത്യാവശ്യം നല്ല മൈക്ക് തന്നെയാണ്. ഓക്കെ. ഇന്നേക്ക് പൊള്ളാച്ചി മാർക്കറ്റ് ലീവ്, இது நாளை இன்னைக்கு சண்டே நாளை மார்க்கெட் லீவு, நாளை மண்டே காலையில கூட்டமா இருக்கும், அந்த மாதிரி சொல்லு. இதுதான் பொள்ளாச்சி மார்க்கெட். இன்னைக்கு பொள்ளாச்சி மார்க்கெட் லீவு, ஏன்னா இன்னைக்கு சண்டே வரல. அந்த சண்டே இல்ல, அடி சண்டே இல்ல, இன்னைக்கு மண்டே சண்டே அந்த சண்டே. ഞാൻ ഇവിടുന്ന് വേണം വെച്ച് കട്ട് ചെയ്തായിട്ടാ. എനിക്ക് ഈ ചളികൾ നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ തൊലി ഒരുപാട്. ഇതൊക്കെ വേറെ സാമ്പിളായിട്ടാ. ഈ ട്രിപ്പിലുടനീളം ഇതിലും മേലെ വലിയ സാധനങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കാണുന്ന വിൻഡ് മില്ലും പാസ് ചെയ്ത് അത്യാവശ്യം ചെറിയൊരു കാട് പോലെയുള്ള വഴികളൊക്കെ പാസ് ചെയ്ത് നേരെ എവിടെ വന്നെത്തി? യെസ്, നമ്മൾ ബ്ലോക്കിൽ വന്ന് പെട്ട്. ഫുൾ ബ്ലോക്കാണ്. കുറച്ച് നേരമായി ബ്ലോക്കിൽ. ഞാൻ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് സൈഡ് കൂടെ പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു, അടുത്ത് തന്നില്ല പട്ടി. എനിക്ക് പക്ഷെ അത്ഭുതമില്ല. എന്താന്ന് പറയാ, എന്താണ് എന്റെ കൂടെ തന്നെ നീണ്ടല്ലോ, ഞാൻ എപ്പോഴും കണ്ടു. കാവടി നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ അത്. ഓക്കെ, താഴെ വീണു. കുഴപ്പങ്ങളൊന്നുമില്ല. വി ആർ ഡീലിംഗ് വിത്ത് ആൻ ആക്ഷൻ ക്യാമറ. ഞാൻ താഴെ ഇട്ടതാണെങ്കിൽ കൊലപാതകം നടക്കും. നിനക്ക് നോക്കാനോ അറിയില്ല, നിനക്ക് വെക്കാനോ. നീ താഴെ ഇട്ടത് കൊണ്ട് അങ്ങനെ നമ്മൾ മറയൂർ ഭാഗത്തുനിന്ന് ഫുഡും കഴിച്ച് ഒരു കുറച്ച് ഇടുങ്ങിയ വഴിയിലൂടെ, ഭംഗിയുള്ള വഴി കേട്ടോ, അതിലൂടെ പോയിട്ട് നമ്മുടെ റിസോർട്ടിലെത്തി. അയ്യോ, റിസോർട്ടിനെ കുറിച്ചല്ലല്ലോ നമുക്ക് പറയേണ്ടത്, ആക്ഷൻ 6നെ കുറിച്ചല്ലേ.
ഇതിൽ വൺ ഓഫ് ദ മെയിൻ ഫീച്ചറാണ് ഈ മാഗ്നറ്റിക് മൗണ്ട് എന്നുള്ളത്. അതായത് ഇത് മാഗ്നറ്റാണ് കേട്ടോ. ഇതോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതാണ് മാഗ്നറ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇത്രേ ഉള്ളൂ മൗണ്ട് ചെയ്യാനായിട്ട്. നമുക്ക് വേറെ പരിപാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പഴയ സീരീസിലും പഴയ ഗോപ്രോയിലൊക്കെയാണ് വെച്ചത് നമുക്കിങ്ങനെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം, വേറെ എവിടെ നിന്നെങ്കിലും വേറെ അങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട്. ബട്ട് ഇതിൽ ഭയങ്കര സിമ്പിളാണ്. പ്രസ് ചെയ്യുക, തിരിക്കുക. നമുക്കിപ്പം അങ്ങോട്ട് എടുക്കണമെന്ന് വെച്ചാൽ ചുമ്മാ പ്രസ് ചെയ്ത് തിരിക്കുക, ഇങ്ങോട്ട് എടുക്കണം തിരിക്കുക. നമ്മൾ കാറിലൊക്കെ മൗണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് തിരിക്കാനും മറിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. സോ അതുകൊണ്ട് ഈ മാഗ്നറ്റിക് മൗണ്ടിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ സ്റ്റിക്ക് എന്തോരം നീളം പോകുന്നറിയോ, ഇത് ഭയങ്കര നീളമാണ്. ഇത് നമുക്കിപ്പോൾ ഡ്രോൺ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും, മുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട്. ഓക്കെ, പിന്നെ ഈ സ്റ്റിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ, നമുക്ക് ഈസി ആയിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ ഭയങ്കര റിജിഡ് ബോഡിയാണ്, അലുമിനിയം ബോഡിയാണ്. ഓക്കെ, ഇനി അടുത്ത വൺ ഓഫ് ദ മെയിൻ ഫീച്ചറാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേറെയിൽ കണ്ടിട്ടുണ്ടാകും, ബട്ട് എനിക്കിതൊരു പുതിയ അനുഭവമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ക്രീനുള്ളത്. നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെ കാണുമ്പോൾ നമ്മുടെ ഫോണിൽ ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ സംസാരിക്കുമല്ലോ, അതേ അനുഭൂതിയാണ്. നമുക്ക് നമ്മളെ തന്നെ കണ്ടിട്ട് ചെയ്യാം. പിന്നെ ലൈറ്റ്, ഡൈനാമിക് റേഞ്ചൊക്കെ നമുക്ക് ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ടച്ച് തന്നെയാണ്, നമുക്ക് ഇവിടെ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇത് മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഫ്രണ്ടും ടച്ചാണ്, അതായത് ബാക്കിൽ നമ്മുടെ പിന്നെ ഓൾറെഡി ടച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതും ടച്ചാണ്. പിന്നെ ഇവിടെയും മെയിനായിട്ടുള്ള എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ ഫ്രണ്ടിൽ ഈ സ്ക്രീന് വരുന്നത്. നമ്മുടെ ഈ ക്യാമറയിൽ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 8K ആണ് കേട്ടോ. 4K അല്ല, 8K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇതിലൊരു അടിപൊളി സ്റ്റെബിലൈസേഷൻ പരിപാടിയാണ്. അത് ഞാൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹൊറൈസോൺ സ്റ്റഡി എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, നമ്മുടെ S26 കണ്ടിട്ടുണ്ടായിരുന്നില്ല മറ്റേ ഇത് നമ്മൾ എത്ര കറക്കിയാലും കറങ്ങാത്ത തരത്തിലുള്ള വീഡിയോ കിട്ടും. അതായത് നമ്മൾ എങ്ങനെ കുലുക്കി മറിച്ചിട്ടൊക്കെ വീഡിയോ എടുത്താൽ പോലും നമ്മുടെ ഔട്ട് കറക്റ്റായിരിക്കും. അതായത് കറക്റ്റ് ഇളകാത്ത പോലെയുള്ള ഷെയ്ക്കൊന്നും ഇല്ലാത്ത ക്ലീൻ വീഡിയോ ആയിരിക്കും. ഇതേ കണ്ടില്ല ഔട്ട്, ഒരു കുലുക്കുണ്ട് അതിന്. ഞാനിപ്പോൾ കറക്കിയിട്ട് എടുത്ത വീഡിയോ അല്ലത്. ഇത് നമ്മൾ ഓടിയിട്ടും ചാടിയിട്ടും പറന്നുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പം ഇതാണ് നമ്മുടെ ഓപ്പൺ ഗേറ്റ് ചെക്ക് ചെയ്യാനുള്ള വീഡിയോ ആണ് കേട്ടത്. സോ ഇത് ഞാൻ ഓപ്പൺ ഗേറ്റിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര അടിപൊളി സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ് ചെയ്യുന്ന അവിടെ. ഓക്കെ, അപ്പം ഓപ്പൺ ഗേറ്റിൻ്റെ കാര്യം പറയുമ്പം ഇതിനെ ഞാൻ നേരെ റീലിൻ്റെ ഫോമാറ്റിൽ കാണിക്കുമ്പോൾ അപ്പം ഇങ്ങനെയാണ് നമ്മൾ റീലിൻ്റെ ഫോമാറ്റിലേക്ക് ഇതിനെ ക്രോപ്പ് ചെയ്യാം. നല്ല ക്ലാരിറ്റി കിട്ടുന്നില്ലേ. ആൻഡ് യൂട്യൂബിൻ്റെ ഫോമാറ്റിലേക്ക് ആകുമ്പോൾ അതേ രണ്ട് സൈഡും ക്രോപ്പ് ചെയ്യുന്നത് വെച്ചാൽ യൂട്യൂബിൻ്റെ ഫോമാറ്റിലേക്ക് പോയി സെറ്റല്ലേ. സോ ഇതാണ് ഓപ്പൺ ഗേറ്റ് ഗുണം. ഇവിടെ എനിക്ക് കാണുന്നത് സ്ക്വയർ ആയിട്ടാണ്. നമ്മുടെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടല്ലോ, സ്ക്വയർ ഫോമാറ്റിലാണ് ഈ ഫുൾ വീഡിയോ വരിക. ഫുൾ അത് ഇത്ര 3800 സംതിങ് ഇതുണ്ട്, റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്രോപ്പ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡും. റെസൊല്യൂഷൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ ക്രോപ്പ് ചെയ്താലും ക്വാളിറ്റി ഒട്ടും പോകാതെ തന്നെ ഭയങ്കര ക്ലീൻ ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഓപ്പൺ ഗേറ്റിൻ്റെ പ്രത്യേകത. എല്ലാത്തിൻ്റെ ഓപ്പൺ ഗേറ്റ് അങ്ങനെയാണ്, ബട്ട് ഇത് ക്ലീനാണ്. ഒരു ആക്ഷൻ ക്യാമറയിൽ ഓപ്പൺ ഗേറ്റ് വരുമ്പം പൊളിയല്ലേ. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ലോഗ് ഫുട്ടേജ് എടുക്കുന്നത് DLogMലാണ് 10bit കേട്ടോ. ഈ ഷോട്ടാണ് നമ്മളിത് ഇപ്പോൾ എടുത്ത ഷോട്ട്. ഓക്കെ, ഇതിനെ കളർ ഗ്രേഡ് ചെയ്തപ്പം ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. സോ നമുക്ക് ബെറ്ററായിട്ട് കളർ ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലോ ഫോമാറ്റിൽ ഷൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മിമി എന്താ പരിപാടി? ഇത്രയുള്ള പഴംപൊരി കണ്ടിട്ടുണ്ടോ നീ? ഓ, ഇതാണ് നമ്മുടെ തട്ടുകട കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് പഴംപൊരിയൊക്കെ തരും. പഴംപൊരി ഉണ്ട്, 2 ചായ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എനിക്ക് കേസരിയും പഴംപൊരിയും കൊടുത്തിട്ടുണ്ട്. സെറ്റ്, നല്ല സൺസെറ്റിൻ്റെ കൂടെ ചായ പഴംപൊരി, ഈ ഒരു വൈബ് ഇഷ്ടമല്ല മിമി? നമ്മുടെ പൂളുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടു. ഇവിടെ പൂളാണ്, ഇതിൻ്റെ മേലെ പൂളാണ്. പോയി ചാട കുറച്ചുണ്ട്. നമ്മുടെ ക്യാമറയുടെ അണ്ടർ വാട്ടർ, അത് വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പോവാണ്. ഓക്കെ, സീറ്റുണ്ട് വെള്ളത്തിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടർ വാട്ടർ ടെസ്റ്റ് നമുക്ക് അടിപൊളി സൺസെറ്റിൽ ചെയ്യാം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. ഇത് മുക്കി പൊക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സൈഡ് കൂടെ ഒരു കുമ്പളമുണ്ട്. എനിക്ക് അത് കണ്ടപ്പോൾ പേടിയാണ്. ഞാൻ പുറത്ത് പെട്ടെന്ന് എടുത്തു. ഈ സൈഡ് കൂടെ ഈ ഒരു കുമ്പളമുണ്ട്. ഉള്ളിലേക്ക് വെള്ളം കയറില്ല, ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു ഈ മൗണ്ടിൻ്റെ ഇടയിൽ കൂടെയാണ് സെൽഫി സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ടല്ലോ. നേരത്തെ കുമ്പളം വന്നു പറഞ്ഞില്ലേ, മറ്റേ ഇവിടെ വെള്ളത്തിലിറങ്ങിയപ്പം, മറ്റേ പൂളിനകത്ത് ഇറങ്ങിയപ്പം ഇതിലാണ്. ഓക്കെ, ഇതിവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഞാൻ കരുതി എങ്ങാനും ഇത്രയും വീഡിയോ എടുത്തിട്ട് അവസാനം വെള്ളത്തിൽ മുക്കി കൊന്ന പോലെയായി. ഇതിനകത്ത് കയറിയെന്ന് വിചാരിച്ചു, പക്ഷേ ഇതിനകത്തല്ല, സ്റ്റിക്കിനകത്ത്. അതായത് ഈ ഗ്യാപ്പിൽ കൂടെ ഇത് അലുമിനിയം ഇങ്ങനെ മറ്റേ എക്സ്റ്റെൻഡ് ആവുമല്ലോ, സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ കൂടെയാണ് വെള്ളം കയറി. ഇതിലൊന്നും കഴിയില്ല.
പിന്നെ ഇതിൽ വൺ ഓഫ് ദ മെയിൻ ഫീച്ചറിൽ വൺ ഓഫ് ദ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇതിൻ്റെ വേരിയബിൾ അപ്പാർച്ചർ എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും F2 മുതൽ F4 വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഓട്ടോയിൽ ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഫിക്സഡ് 2.8 ഇടാം, അല്ലെങ്കിൽ സ്റ്റാർ ബസ്റ്റിലിടാം. എന്താണ് ഈ സ്റ്റാർ ബസ്റ്റ്? സ്റ്റാർ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റും, അതൊരു സ്റ്റാർ പോലെ തിളങ്ങണുണ്ടോ, അത് ഈ F4 ഇട്ടാലാണ്. പക്ഷേ ഫിക്സഡ് 2.8 ഇട്ടാൽ അതിൻ്റെ തിളക്കം അങ്ങനെ സ്റ്റാർ പോലെ അത്ര ഇതിൽ ആ സ്റ്റാറിൻ്റെ ഷേപ്പിൽ വരില്ല. ഓക്കെ, സ്റ്റാർ ബസ്റ്റിൽ ഇട്ടെന്ന് വെച്ചാൽ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലേക്ക് നമ്മുടെ ഈ എന്താ പറയുക, എവിടെയെങ്കിലും വെളിച്ചുണ്ടെങ്കിൽ ഒരു കൂർത്ത ലൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് സ്റ്റാറിൻ്റെ ഷേപ്പിൽ തിളങ്ങും. അതാണ് ഈ സ്റ്റാർ ബസ്റ്റ് എന്ന് അതിന് പേര് കൊടുക്കാനുള്ള കാരണം. ഓക്കെ, നമുക്ക് കുറച്ച് വീഡിയോസ് ഇപ്പോൾ പരിസരത്ത് രാത്രി ആയല്ലോ, അതിനും കുറച്ച് പരിസരത്തൊക്കെ പോയി എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ബൾബോ ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാർ പോലെ തിളങ്ങണ വലുതുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ നമ്മൾ പറഞ്ഞ സ്റ്റാർ ബസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, F4 സ്റ്റാർ ബസ്റ്റ് ആവുന്നത് ഇതാണ്. ഓക്കെ, ഇത് സാധാരണ ലൈറ്റാണ്, ക്രിസ്മസ് ലൈറ്റ് അല്ല, വെറുതെ പറഞ്ഞിട്ട് സാധാരണ ലൈറ്റാണ്. ബട്ട് അത് ഇങ്ങനെ സ്റ്റാർ പോലെയാണ്. കണ്ട, ഇതൊക്കെ സ്റ്റാർ പോലെ തിളങ്ങുന്നത്. സോ ഇവിടെയൊക്കെ ഇത് കുറച്ച് നല്ല അടുത്തായിപ്പോയി, അതുകൊണ്ട് അങ്ങനെ കുറച്ച് ദൂരെയുള്ള ലൈറ്റൊക്കെ സ്റ്റാർ പോലെ ഉണ്ടാകും കാണാനൊക്കെ. ഒരു രസമല്ലേ, ഒരു ഭംഗിയല്ലേ കാണാനൊക്കെ. അടുത്ത് പോകുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ, ദൂരന്ന് കാണുമ്പോൾ ക്ലീൻ അല്ലേ. സോ അതാണ് ഈ ഒരു എഫക്റ്റിൻ്റെ എഫക്റ്റ് അല്ല, ഈ F4 ഇടുമ്പോൾ സ്റ്റാർ പോലെ തിളങ്ങുന്നതാണ് ഇവർ പറയണത്. കാര്യമാണ്, സ്റ്റാർ പോലെ തിളങ്ങുന്നുണ്ട്. ഇതെല്ലാം മന്ദം വലിയ ബൾബ്, അതുകൊണ്ടാണ് ഒരുപാട് അങ്ങോട്ട് സ്റ്റാറായിട്ട് അറിയാത്തത്. കുഞ്ഞു നമ്മുടെ റൈസ് ലൈറ്റൊക്കെ ഇല്ലേ, നമ്മുടെ മാല ബൾബൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടില്ല, അതൊക്കെ കിട്ടുക, അത് കാണാനില്ല ഇവിടെ. അതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര രസത്തിൽ ഇങ്ങനെ സ്റ്റാർ പോലെ അറിയാൻ പറ്റും. ദിസ് ഈസ് എ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ. ഓക്കെ, ഒന്ന് ഐഫോണാണ്, മറ്റേത് ആക്ഷൻ 6 ആണ്. ഓക്കെ, സോ എന്ത് ഡാർക്കാണ് ഐഫോണിൽ നൈറ്റിൽ 0.5x പോകും. ബട്ട് ഇതിൽ നോക്ക്, ഇതിൽ വേരിയബിൾ അപ്പാർച്ചർ 2 ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എന്താ പറയുക ബ്രൈറ്റായിട്ട് സബ്ജക്റ്റിന് ഭയങ്കര ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഐഫോൺ എൻ്റെ വീഡിയോ കാണിച്ചത് സംഭവം എൻ്റെ ഐഫോൺ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഐഫോണിൻ്റെ മോശം ക്യാമറ എന്നല്ല. ഓക്കെ, എൻ്റെ ഐഫോൺ ആയതുകൊണ്ട് മാത്രം അത് കാണിച്ചതെന്ന് മാത്രം. ഓക്കെ, ആൻഡ്രോയിഡിൻ്റെ കാര്യം പിന്നെ ശരി, അത് ഒഴിവാക്കും. ഇവിടെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, ഇത് വേരിയബിൾ അപ്പർച്ചർ നമുക്ക് 2 മുതൽ 4 വരെ ഉണ്ടല്ലോ. അപ്പോൾ 4 സ്റ്റാർ ബസ്റ്റ് കിട്ടും. ഈ 2 ഉള്ളത് ഈ ലോ ലൈറ്റിൽ ഇത്രയും ബ്യൂട്ടിഫുൾ എന്താ പറയുക, ഇത്രയും ക്ലീനായിട്ട് സബ്ജക്റ്റിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് ഈ അപ്പർച്ചർ 2 വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ്. സോ അതാണ് ഇതിൻ്റെ മെയിൻ യൂസ്, അപ്പർച്ചർ 2 ഉള്ളതിൻ്റെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഡിന്നറും കഴിച്ച് അന്നത്തെ ദിവസം സമാധിയായി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ DJI Action 6നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കൊളാബറേഷനോ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാണിത്. ഓക്കെ, ആൻഡ് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആൻഡ് നല്ലത് മാത്രമല്ല, 1-2 ഡ്രോബാക്സും കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ അത്രയും യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയതായിട്ടുള്ള 2 സാധനങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ് ശരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിങ്ങനെ നീളും, അങ്ങനെയാണ് ഡബ്ബറ, എൻ്റെ കൈ നീളും, ഡബ്ബറല്ല സോറി, അലുമിനിയം, അതൊക്കെ നീളും, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഇതിൻ്റെ തന്നെ ഉലാൻസിയുടെ ഒരു സ്റ്റിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമസോണിനകത്ത്. അതിനകത്ത് ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ലൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം. നമുക്ക് തേർഡ് പാർട്ടി ലൈറ്റ് മേടിച്ചിട്ട് ഫിറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് ഷൂട്ട് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും കുറച്ച് വെളിച്ചമുള്ളടക്കി വെളിച്ചെത്തിക്കാനായിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്ലാമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അത് ഇതിനകത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് പോലെ ഇതുപോലെ തന്നെ എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ആയേനെ. നൈറ്റ് ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളി തന്നെയാണ്. ഇതിൻ്റെ സൂപ്പർ നൈറ്റ് സംഭവമൊക്കെ ഉണ്ടല്ലോ, സ്റ്റിൽ അടിപൊളിയാണ്. ബട്ട് ആ ലൈറ്റും പാടി ഉണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പം കുറച്ചും കൂടി പ്രകാശത്തിൽ കുറച്ചും കൂടി മുഖം കുറച്ചുകൂടി വെളിച്ചത്തിൽ കിട്ടും. ആ എമൗണ്ടിനൊക്കെ 2000 രൂപ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ യെസ്, അതും കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ ആയി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം നിൽക്കുള്ളൂ. 3 കിട്ടിയാൽ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, 2.5 മണിക്കൂറേ നിൽക്കുള്ളൂ. ആൻഡ് നമ്മുടെ കയ്യിൽ ഈ ഹബ്ബ് ഉണ്ടെങ്കിൽ നല്ലതാണ്, നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. മിനിമം ഒരു 3 ബാറ്ററി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറ്റി ഇട്ടിട്ട് എന്തെങ്കിലും ഷോട്ടൊക്കെ മിസ്സാവാതെ പിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവും. യെസ്, അതൊക്കെയാണ് മെയിൻ സംഭവം. ആൻഡ് നിങ്ങൾ ഇത് മേടിക്കുമ്പം ചുമ്മാ കൈപ്പിടിച്ചിട്ട് വ്ളോഗിങ് അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ മാത്രം എടുക്കുക അല്ലാതെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആംഗിൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമാറ്റിക് സാധനങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മാജിക് ക്യാമോ നമ്മുടെ സക്ഷൻ മൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മാജിക് ക്യാമൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയ സാധനം കേട്ടോ. നമ്മുടെ സ്റ്റിയറിംഗ് വീല് കറക്കുമ്പോൾ, ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ, അങ്ങനെ പല ഷോട്ടിനും. അതുപോലെ തന്നെ സക്ഷൻ മൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് കാറിനകത്തുള്ളത്, കാറിന് പുറത്തുള്ളത്, കാറിന് സൈഡ് മറിച്ച് നമ്മൾ ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. സോ അതിനൊക്കെ ഈ മാജിക് ആകുമ്പം സക്ഷൻ മൗണ്ടിൻ്റെയും കളികളാണ്. ഓക്കെ, സോ ഇതുപോലെയുള്ള തേർഡ് പാർട്ടി സാധനങ്ങൾ നമ്മൾ മേടിച്ചാലേ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോട്ട്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇവനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
സോ ഇത് ആക്ഷൻ ക്യാമറയാണ്, അപ്പോൾ അതിനനുസരിച്ച് റിജിഡാണ്, ബോഡി ഭയങ്കര സോളിഡാണ്, നമുക്ക് താഴെ ഇട്ടാലൊന്നും പൊട്ടില്ല, അല്ല താഴെയിട്ട് ഡ്രോപ്പ് ടെസ്റ്റും ചെയ്യില്ല. സോ പറഞ്ഞു വന്നത് നമുക്കിത് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാം, ക്യാമറ പോലെ വലിയ പേടിക്കേണ്ട, അതായത് DSLR പോലെയൊന്നും നമുക്ക് പേടിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് കുറച്ച് റഫായിട്ട് ഹാർഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് കാര്യം. ഓക്കെ, അപ്പം പറ്റുന്നവരെ എടുക്കുക, ഉഷാറാക്കുക, നല്ല ക്യാമറയാണ്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ ആൻഡ് ബ്യൂട്ടിഫുൾ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ശരി, എന്നാൽ പോയിട്ട് വരാം. കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്. ബൈ.